ഒന്നുകൂടി ശ്രദ്ധിച്ചാട്ടെ. ആമേൻ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ഹല്ലേലൂയ നിങ്ങളിപ്പോൾ സന്തോഷിപ്പിനെന്ന കർത്താവ് പറഞ്ഞു. ഇന്ന് പകൽക്കാലത്തിൽ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നല്ലൊരവസരം നൽകിയിരിക്കണമേ. ആമേൻ. ദൈവജനം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയും. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് പാർക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും, അഗരോന്റെ താടി പോലെ, ഹാർമോനിയ മഞ്ഞു പോലെ, അവിടെയല്ലോ ദൈവിക സമാധാനം അധിവസിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. ഇവിടെ ദൈവിക സമാധാനമുണ്ട്, ദൈവിക സന്തോഷമുണ്ട്, ദൈവിക വിടുതലുണ്ട്, ദൈവിക സൗഖ്യമുണ്ട്. എല്ലാം ദൈവികമായി കർത്താവ് പകരുന്ന സകലതും നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടം എന്ത് നേരിടുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കേരള സ്റ്റേറ്റ് എന്തിനെ നേരിടുന്നു? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. കേരള സ്റ്റേറ്റ് മുഴുവനും എന്തിനെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നു? ഏതിനെ നേരിടുന്നു? ഇലക്ഷനെ നേരിടുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയല്ലേ? ഇലക്ഷൻ നേരിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇലക്ഷൻ നേടുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദേശത്തിൽ, നമ്മളെ കേരള സ്റ്റേറ്റിൽ, ആമേൻ, ജില്ലകളിൽ, ആമേൻ, മുനിസിപ്പാലിറ്റികളിൽ, പഞ്ചായത്തുകളിൽ, ഓരോ ഭവനങ്ങളിലും ഹല്ലേലൂയ ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ സ്ഥാനാർത്ഥികളായി കുറേ ഒത്തിരി പേര് നമ്മുടെ നടുവിലുണ്ടല്ലേ? ആരെ തിരഞ്ഞെടുക്കും നമ്മൾ? ആമേൻ കൺഫ്യൂഷനാണല്ലേ? എങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ ഓരോ ആമേൻ ഒരു നിയോഗമുണ്ട്, ആർക്ക് നമ്മൾ വോട്ട് ചെയ്യണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നമ്മൾ ആരുടെ പക്ഷത്താകുന്നുവെന്ന് തെളിയിക്കുന്നൊരു പകൽക്കാലമാണ്. നമ്മൾ ആരുടെ പക്ഷത്താകുന്നുവെന്ന്, നമ്മൾ ആരുടെ പക്ഷക്കാരനെന്ന്, ലോകക്കാരൻ്റെ പക്ഷത്താണോ? ആമേൻ. ഹല്ലേലൂയ. ലോകത്തിൽ ആരുടെ പക്ഷത്താകുന്നുവെന്ന്, ഇന്ന ആളിൻ്റെ പക്ഷക്കാരനാണോ? ഇന്ന വ്യക്തിയുടെ പക്ഷക്കാരനാണോ? ഇന്ന നേതാവിൻ്റെ പക്ഷക്കാരനാണോ? ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷക്കാരനാണോ എന്ന് തെളിയിക്കുന്നൊരു പകൽക്കാലമാണ്. ബൈബിൾ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ, ബൈബിൾ ചരിത്രത്തിൽ പോലും പക്ഷമുണ്ട് കേട്ടോ, പക്ഷമുണ്ട്. ഹല്ലേലൂയ. പക്ഷപാതം. ആമേൻ. ബൈബിൾ ചരിത്രം വായിക്കുമ്പോൾ ഹല്ലേലൂയ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കും. 1 കൊരിന്ത്യരുടെ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. പകൽക്കാലത്തിൽ നമ്മൾ ആരുടെ പക്ഷക്കാരനായിരിക്കും ദൈവമക്കളെ? നമ്മൾ ആരുടെ പക്ഷക്കാരനായിരിക്കും? നമ്മൾ ആരുടെ പക്ഷക്കാരനായിരിക്കും? ഹല്ലേലൂയ. ആമേൻ. ദൈവസഭകളെ നോക്കിയാൽ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. നമുക്ക് ആരെ തിരഞ്ഞെടുക്കുവാൻ കഴിയും? ലോകത്തെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുമോ? കഴിയത്തില്ല. ദൈവമക്കൾക്ക് ലോകത്തെ തിരഞ്ഞെടുക്കുവാൻ കഴിയത്തില്ല. ലോകക്കാരനെ തിരഞ്ഞെടുക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കർത്താവായ യേശുവിനെ അത്രേ. കർത്താവായ യേശുവിനെ അത്ര നമ്മുടെ നായകൻ, നമ്മളെ നടത്തിക്കുന്നവൻ, നമ്മളെ നടത്തിപ്പുകാരൻ, നമ്മളെ നടത്തിപ്പിക്കുന്നവൻ, നമ്മളെ രക്ഷിക്കുന്നവൻ, നമ്മളെ പരിപാലിക്കുന്നവൻ, നമ്മളെ വീണ്ടെടുത്ത് നമ്മുടെ പാപങ്ങളെ, ശാപങ്ങളെ, രോഗങ്ങളെ അകറ്റുന്നവൻ നമ്മുടെ കർത്താവായ യേശു അത്രേ. അവനെയാകുന്നത് പകൽക്കാലത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ലോകത്തിലെ വിവിധമാകുന്ന വിവിധ ഭാഷകളിൽ, വിവിധ രാജ്യങ്ങളിൽ, ആമേൻ, വിവിധ സ്റ്റേറ്റുകളിൽ ഹല്ലേലൂയ വിവിധ പാർട്ടികളുണ്ട്, വിവിധ പക്ഷക്കാരുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഇടതുപക്ഷം, വലതുപക്ഷം. ഹല്ലേലൂയ. ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്. നമ്മൾ ആരെ തിരഞ്ഞെടുക്കും? ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്. നെടുകൈ കുറുകൈ പക്ഷക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പക്ഷക്കാരാണ്. മുക്കിന് പക്ഷക്കാര്.
പ്രൈസ് ലോർഡ്. നമ്മൾ ആരെ തിരഞ്ഞെടുക്കും? ഹല്ലേലൂയ. ആമേൻ. ആരെ പക്ഷത്താണെന്ന് പകൽക്കാലത്ത് നമ്മൾ സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നു എല്ലാ തലത്തിലും നമ്മൾ പക്ഷക്കാരാ. നമുക്കൊരു പക്ഷമുണ്ട്. നമ്മുടെ ആത്മീക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ നമ്മൾ ആരുടെ പക്ഷക്കാരനാകുന്നു? ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ഒരു പക്ഷ നമ്മുടെ പക്ഷയിലുണ്ട്. ആമേൻ. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ആത്മീക തലത്തിൽ നോക്കിയാൽ ഇവിടെ പറയപ്പെടുന്ന പൗലോസിൻ്റെ കാലഘട്ട ലേഖന പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ. യെസ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്താണ് നമ്മൾ ആരെ തിരഞ്ഞെടുക്കും? ആരെ തിരഞ്ഞെടുക്കും? ആരെ തിരഞ്ഞെടുക്കും? ആരെ തിരഞ്ഞെടുക്കും? ദൈവമക്കൾ ആരെ തിരഞ്ഞെടുക്കും? ആരെ തിരഞ്ഞെടുത്താൽ നമ്മൾ രക്ഷിക്കപ്പെടും? ആമേൻ. ലോകത്തിലെ എല്ലാ പക്ഷങ്ങളും പറയുകയാണ്, ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ, നിങ്ങളിവിടെ ഇല്ലേ, ഞാൻ നിന്നെ ഉയർത്തും, ഞാൻ നിന്നെ പരിപാലിക്കും, ഞാൻ നിനക്ക് ഇന്നതൊക്കെ നൽകും, ഇന്നത് ആടും കൂട് തരും, കോഴിക്കൂട് തരും, കുരുവി തരും, കുയില് തരും, കൊട്ടാരം തരും, ആമേൻ, കിണർ തരും. അനേകർ പക്ഷക്കാർ പലതും പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ തലത്തിലും ഓടി വരും എന്ന് പറയാണ്. പക്ഷക്കാർ പറയുകയാണ്. ഇടതുപക്ഷം പറയും, വലതുപക്ഷം പറയും, നെടുകയും കുറുകെയുള്ള പക്ഷങ്ങളൊക്കെ പറയും. അനേകരും ഒന്ന് പറയും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിനക്ക് അതരാൻ ഇതരാൻ, എന്നെ ജയിപ്പിച്ചാൽ, എൻ്റെ പക്ഷത്ത് ചേർന്നാൽ, എൻ്റെ പക്ഷത്ത് ചേർന്നാൽ, ഇന്ന് പക്ഷപാതം ചെയ്യുന്ന, പക്ഷം പിടിക്കുന്ന വലിയ ബലപ്രയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെ പക്ഷത്താ? ആര് പക്ഷത്താ? എന്നാൽ നമുക്ക് നൽകുവാൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ശാശ്വതമായി നമുക്ക് നൽകുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾ അവൻ്റെ പക്ഷക്കാരനാണ്. നമ്മൾ കർത്താവിൻ്റെ പക്ഷക്കാരനെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മൾ കർത്താവായ യേശുവിൻ്റെ പക്ഷക്കാരനാണെന്ന്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ എന്ന പകൽക്കാലത്തിൽ യേശുവിൻ്റെ പക്ഷക്കാരനാകുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളൊന്നും അടിച്ചാട്ടെ, കരങ്ങളൊന്നും അടിച്ച കരം ഇല്ലേ ദൈവമക്കളെ? അപ്പോൾ ലോകത്തിൻ്റെ പക്ഷക്കാരനാണോ? ലോകത്തിൻ്റെ പക്ഷം ചേത്തിൽ ആമേൻ വിടുതലുകളൊന്നുമില്ല കേട്ടോ. അവരൊക്കെ നമ്മുടെ പക്ഷക്കാരെന്ന് പറഞ്ഞ് നിൽക്കുന്നവരൊക്കെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുത്തുകൊണ്ട് അവരൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ യേശു നമ്മൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. ആമേൻ. ഞാൻ നിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തിക്കൊള്ളാം, നന്മകളൊക്കെ നൽകിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞു പോകുന്നവർ, ഈ ലോകപ്രകാരം പോകുന്നവർ. ഹല്ലേലൂയ. എന്നാൽ യേശുവിൻ്റെ പക്ഷത്തെ ഓർത്ത്, യേശു നമ്മുടെ പക്ഷത്ത് ഉള്ളത് കൊണ്ട് ആമേൻ, ഹല്ലേലൂയ, ദൈവ കർത്താവിനെ സ്തുതിക്കുകയാണ്. യേശു നമ്മുടെ പക്ഷത്തുണ്ട്. യേശുവാണ് നമ്മളെ, നമ്മുടെ സഭയെ കരം പിടിച്ച് നടത്തുന്നത്. ഹല്ലേലൂയ. ഭക്തനെന്താ പാടുന്നത്? യേശുവൻ പക്ഷമായി തീർന്നതിനാൽ ആനന്ദമി ഭൂവിൽ വാസം, യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂവിൽ വാസം. എന്താനന്ദം പാർത്തലത്തിൽ ചീർത്തിടുന്ന, എന്താമോദം പാർത്തലത്തിൽ ചീർത്തിക്കുന്ന. ഹല്ലേലൂയ. യേശുവൻ പക്ഷത്തുള്ളതിനാൽ ഭാഗ്യവൻ എന്ന് ഭക്തൻ പാടുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഭാഗ്യവന്മാരാണ്. യേശുവിൻ്റെ പക്ഷക്കാരാണ്. യേശുവിൻ്റെ പക്ഷത്തും, ഞാൻ യേശുവിൻ്റെ പക്ഷക്കാരനാണെന്ന്, ആമേൻ, പക്ഷക്കാരിയാണെന്ന് വിശ്വസിക്കുന്നവരെ വിശ്വാസത്തോടൊന്ന് കര ഉയർത്തിയാട്ടെ. ഞാൻ യേശുവിൻ്റെ പക്ഷക്കാരനാണ്. കുട്ടസാർ ഇവിടെ ഇല്ലേ? യേശുവിൻ്റെ പക്ഷക്കാരനല്ലേ? നമ്മൾ ഒരുമിച്ച് കൈ ഉയർത്തിയാട്ടെ, ധൈര്യമായിട്ട് ഉയർത്തുക. നമ്മൾ യേശുവിൻ്റെ പക്ഷക്കാരനാ. കർത്താവാണ് നമുക്ക് സകലം നൽകുന്നത്. കർത്താവ് നൽകിയില്ലെങ്കിലും ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. ആമേൻ. നമ്മുടെ ലോകത്തിൻ്റെ പക്ഷക്കാരല്ല, എങ്കിലും ലോകത്തിൽ നമുക്ക് ആമേൻ പക്ഷമുണ്ട്. ഓ ഹല്ലേലൂയ. എന്നാൽ എല്ലാറ്റിനുപരി നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷക്കാരനാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷക്കാരനാകൊണ്ട് നമ്മൾ കുലുങ്ങത്തില്ല. രോഗമോ ഭാരമോ പ്രയാസമോ ദുഃഖമോ ദുരിതമോ എന്തു തന്നെ വന്നാട്ടെ, കണ്ണുനീരിന്റെ അനുഭവം വന്നാട്ടെ, ആമേൻ, തളർന്നു പോകുന്ന അനുഭവം വന്നാട്ടെ, യേശുവിന്റെ പക്ഷത്തുള്ളതിനാൽ ഞാൻ കൊല്ലുങ്ങത്തില്ല. ഞാൻ എൻ്റെ അടിസ്ഥാന യേശുവില. യേശു അതിൻ്റെ രാജാവ്,
യേശുവിന്റെ വഴികളിലാണ് നടക്കുന്നത്. യേശുവിനെ ആകുന്നു ഞാൻ വിശ്വസിക്കുന്നത്. യേശു എനിക്ക് എല്ലാം നൽകും, എന്നെ ഉയർത്തും, എന്നെ അനുഗ്രഹിക്കും, എന്നെ വിടുവിക്കും. ലോകത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ലോകക്കാർക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആരുടെ പക്ഷത്താകും? ആരുടെ പക്ഷത്ത് നിങ്ങൾ ഇരിക്കും ദൈവമക്കളെ? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ സങ്കീർത്തന പുസ്തകം ഹല്ലേലൂയ 118 6 7 വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് എന്താകുന്നു? ഹല്ലേലൂയ. ആമേൻ. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ആമേൻ. ദാവീദ് ഭക്തൻ പറയുകയാ, ഹല്ലേലൂയ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോട് കൂടെ എൻ്റെ യഹോവ പക്ഷത്തുണ്ട്, എൻ്റെ പക്ഷത്തുണ്ട്. ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ പക്ഷത്ത് കർത്താവാകുന്ന യഹോവ ഉണ്ടെന്ന്, യേശു ഉണ്ടത് എത്ര പേർ? ആമേൻ. എന്നെ സഹായിക്കുവാൻ, എനിക്ക് നൽകുവാൻ, എന്നെ ഉയർത്തുവാൻ, എന്നെ മാനിക്കുവാൻ, എന്നെ രക്ഷിക്കുവാൻ, എന്നെ വാഹനമേറി ഓടുമാറാക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലത്തിൽ ഭക്തൻ പറയുകയാണ്, ആമേൻ, ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവാകുന്ന ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ആമേൻ, ഞാൻ പേടിക്കത്തില്ല, ഞാൻ പേടിക്കത്തില്ല. എൻ്റെ മുമ്പിലുള്ളതിനൊന്നിനെയും കണ്ട് ഒരു വൈരിയെയും ഒരു എതിരിയെയും ആമേൻ ഞാൻ കണ്ട് ഭയപ്പെടത്തില്ല. എൻ്റെ മുമ്പിൽ യുദ്ധം ഉണ്ടായാൽ ഞാൻ ഭയപ്പെടത്തില്ല. ജാതികളെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, വംശങ്ങളെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല, ഭാഷകളെ കണ്ട് ഭയപ്പെടത്തില്ല, ഗോത്രങ്ങളെ കണ്ട് ഭയപ്പെടത്തില്ല. എൻ്റെ മുമ്പിൽ യേശുവുണ്ട്, എൻ്റെ മുമ്പിൽ ആമേൻ ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ പക്ഷക്കാരനാ, എൻ്റെ കർത്താവിൻ്റെ പക്ഷക്കാരനാ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടത്തില്ല. രോഗത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആമേൻ. പാപത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആമേൻ. ശോകത്തിന്, ആമേൻ, ദുരിതത്തിന്, ദുഃഖത്തിന്, ആമേൻ, കണ്ണുനീരിന് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ യേശു എൻ്റെ പക്ഷത്തുണ്ട്, യേശുവിൻ്റെ പക്ഷത്തുണ്ട്. എൻ്റെ കാര്യം നോക്കുവാൻ യേശു എൻ്റെ പക്ഷത്തുണ്ട്. ലോകത്തിലുള്ള ഒരു ക്രമീകരണങ്ങളും ആമേൻ ഒരു സംവിധാനങ്ങളും നമ്മുടെ പക്ഷത്തില്ലേലും യേശു ഉണ്ട് ദൈവമക്കളെ. അവൻ രാജാവായി കൊണ്ട് നിന്റെ കാര്യങ്ങളെ നോക്കുവാൻ, നിനക്ക് നൽകുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ കരം പിടിച്ച് നടത്തുവാൻ, നിന്നെ മാർവോട് ചേർക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ യേശു നിന്റെ പക്ഷത്തുണ്ട്. യേശു നിന്റെ പക്ഷത്തുണ്ട്. അതേ ഇവിടെ ദാവീദിന്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദാവീദിന്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ, ദാവീദ് ആരുടെ മകനായിരുന്നു? ഇശായിയുടെ മകനായിരുന്നു കേട്ടോ. ഇശായിയുടെ മക്കളിൽ അവസാന പുത്രനാകുന്നു ദാവീദ്. നമുക്ക് എല്ലാവർക്കും നന്നായി അറിയുന്നവരാണ്. നമ്മൾ ഒത്തിരി വചനങ്ങളൊക്കെ വായിച്ചും കേട്ടും ഗ്രഹിച്ചും ഒക്കെ അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദാവീദ് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായി. എന്നാൽ ഒന്നാമത്തെ രാജാവ് ആരായിരുന്നു? ശൗലായിരുന്നു ഒന്നാമത്തെ രാജാവ്. ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ് എന്ന് പറയുന്നത് ദാവീദാകുന്നു. എന്നാൽ ദാവീദിനെ ശൗലിനെ തിരഞ്ഞെടുത്തതും ഹല്ലേലൂയ ഇസ്രായേൽ മക്കളുടെ ആവശ്യാർത്ഥമായിരുന്നു എങ്കിലും ശൗലിനെ തിരഞ്ഞെടുത്തത്, ഇസ്രായേലിലെ കാഴ്ചയാൽ ഒരു രാജാവിനെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ആവശ്യം ശമൂവേലിനോട് പറഞ്ഞപ്പോൾ ശമൂവേൽ ദൈവത്തോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾ ലോകപ്രകാരം ഒരു രാജാവിനെ ചോദിക്കുന്നു എന്ന് പറയേണ്ടായി തീർന്നു. ദൈവം അതിനെ അനുവദിച്ച് ഒരു രാജാവ് ലോകപ്രകാരം ഒരു രാജാവിനെ കൊടുത്തു. എന്നാൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയാണ് ഇസ്രായേലിന്റെ രാജാവ്. അതേ സ്ഥാനത്ത് മനുഷ്യൻ ചോദിക്കുന്നത് കാഴ്ചയായാലും ഒരു രാജാവിനെ വേണം. ഹല്ലേലൂയ. കാഴ്ചയായാലും ഒരു രാജാവ് വേണം. ഈ കാലഘട്ടം കാഴ്ചയാലുള്ള രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന കാലഘട്ടമാണ്. പഞ്ചായത്ത് തലങ്ങളിൽ, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ, കോർപ്പറേഷൻ തലങ്ങളിൽ
ജില്ലാ, ബ്ലോക്ക്, അങ്ങനെ കേരള സംസ്ഥാനത്തിലെ വിവിധ നിലവാരങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. ലോകപ്രകാരമുള്ളതാണ്. ലോകപ്രകാരം ഇവിടെ പറയപ്പെടുന്നത്, ഇവിടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ മക്കള് ദൈവത്തോട് പറഞ്ഞു, ശമൂവേലിനോട് പറഞ്ഞു. ശമൂവേലാണ് അപ്പോഴത്തെ പുരോഹിതൻ. ശമൂവേലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് രാജാക്കന്മാരെ വേണം. അപ്പോൾ രാജാക്കന്മാരെ കൊടുത്തു. ഒന്നാമത്തെ രാജാവ് ശൗല്, രണ്ടാമത്തെ രാജാവ് ദാവീദ്. ദാവീദാകുന്നു ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദാവീദിന്റെ കാലഘട്ടത്തിൽ ദാവീദ് ഇശായിയുടെ കുടുംബത്തിൽ നിന്നാണ് ആമേൻ ദൈവം ദാവീദിനെ എടുപ്പാനിടയിൽ തീർന്നത്. ആമേൻ. എന്നാൽ രാജാക്കന്മാരെ, ലോകപ്രകാരമുള്ള രണ്ട് രാജാക്കന്മാരെയും, ശൗലായിരുന്നാലും, ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായിരുന്ന ശൗലായിരുന്നാലും, ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവാകുന്ന ആമേൻ ദാവീദായിരുന്നാലും, ദൈവമാണ് സെലക്ഷൻ ചെയ്തത്. സെലക്ഷൻ ദൈവത്തിൻ്റെതായിരുന്നു. പക്ഷെ ജനത്തിന് ആര് രാജാവായിരിക്കണമെന്ന്, ഹല്ലേലൂയ, ആമേൻ, ഈ പകൽക്കാലത്തിലും ആമേൻ, ഹല്ലേലൂയ, ഈ ദേശത്തിന് ആര് രാജാവാകണമെന്ന് ഹല്ലേലൂയ കർത്താവ് കണ്ടിട്ടുണ്ട് കേട്ടോ. കർത്താവ് കണ്ടിട്ടുണ്ട്. അത് അറിയുന്നവരൊന്ന് കരങ്ങളൊന്ന് അടിച്ചാട്ടെ. കർത്താവിനറിയാം ആരെയാണ് ഈ പകൽക്കാലത്തിൽ മറ്റന്നാൾ വരുന്ന ഇലക്ഷനിൽ തിരഞ്ഞെടുക്കേണ്ടത്, ആരെയാകുന്നു. ഓ ഹല്ലേലൂയ. അതനുസരണമായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുവാനിടയിൽ തീരും. ഹല്ലേലൂയ. ആമേൻ. ശൗൽ ഒന്നാമത്തെ ഇസ്രായേലിന്റെ രാജാവായിട്ട് ശൗലിനെ എടുത്തു. രണ്ടാമത്തെ രാജ ദാവീദ് എടുത്തു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിൽ, ദാവീദിന്റെ കുടുംബത്തിലേക്ക് ആമേൻ ശമൂവേലിനെ ദൈവം അയക്കുമ്പോൾ, ദൈവം പറഞ്ഞയച്ചതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരുത്തനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ശമൂവേലിന് ഇശായിക്ക് 5-6 പുത്രന്മാരുണ്ട്, എങ്കിലും ഞാൻ അവിടെ ഒരുത്തനെ കണ്ടിട്ടുണ്ട്. നീ അവിടെ ചെന്നാൽ മതി, ബാക്കി കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ആമേൻ ശമൂവേല് അല്ലെങ്കിൽ ഇശായിയുടെ ഭവനിൽ ചെന്നപ്പോൾ ആമേൻ ഒത്തിരി മക്കൾ, ഇശായിക്ക് ഒത്തിരി മക്കളുണ്ട്. മക്കളെ കഴിഞ്ഞിട്ട് മുമ്പ് ശമൂവേലിൻ്റെ മുമ്പ് കൊണ്ട് നിർത്തി അഭിഷേകം ചെയ്യാൻ വേണ്ടി, ആമേൻ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് കൊണ്ട് നിർത്തി. അവന് ഒന്നാമത്തവൻ തുടങ്ങി, രണ്ടാമത്തവൻ തുടങ്ങി, മൂന്നാമത്തവൻ വലിയ വലിയ യുദ്ധം. യോദ്ധാക്കൾ, സാമർഥ്യമുള്ളവനും ചാതുര്യമുള്ളവനും നല്ല ശബ്ദമുള്ളവനും നല്ല ബലമുള്ളവനും നല്ല ദൃഢഗാത്രനുമാകുന്ന പലരെയും കൊണ്ട് നിർത്തി. കേൾക്കുമ്പോൾ ശബ്ദം കേട്ടാൽ പൊടപടപടപടായിരിക്കും, വലിയ ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദമുള്ളവരുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കാഴ്ചയ്ക്ക് മനോഹര രൂപി, ആരോഗ്യത്തോടാകാത്ത യുദ്ധവീരന്മാര്. ആമേൻ ശമൂവേലും ഇശായി തൻ്റെ മക്കളെ ഒന്നിനു പുറകെ 6 തുടർന്നുള്ള മക്കളെ എല്ലാവരെയും ഇങ്ങോട്ട് നിർത്തി. ശമൂവേലിൻ്റെ മുമ്പ് നിർത്തിയപ്പോൾ ദൈവം പറഞ്ഞു, ഓരോരുത്തരും വരുമ്പോൾ ഹല്ലേലൂയ, ഓരോരുത്തരും മുൻപോട്ട് വരുമ്പോൾ ഹല്ലേലൂയ, ആമേൻ ശമൂവേല് അഭിഷേകം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ദൈവം പറയടാ അവനെ നിർത്തില്ലേ, പ്രവാചകനെ നിർത്ത്, അല്ലെങ്കിൽ പുരോഹിതൻ നിൽക്ക്. ഇവനല്ല, ഇവനും തെരഞ്ഞെടുത്തിട്ടില്ല. ഈ ശബ്ദഘോല അമ്മേൻ ഗാംഭീര്യമുള്ളവനെയും ഈ പൂമേൻ വലിയ ശക്തിയും സൗന്ദര്യമുള്ളവനെയും തെരഞ്ഞെടുത്തിട്ടില്ല. ആൾബലത്തിലും 7 അടി 8 അടി പൊക്കമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, തെരഞ്ഞെടുത്തിട്ടില്ല. അവനെ കണ്ട് മാറ്റി വിടും, ഞാൻ തിരഞ്ഞെടുത്തില്ല എന്ന തിരഞ്ഞെടുത്ത ഒരുത്തനെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ. ആമേൻ ആമേൻ. അങ്ങനെ എല്ലാ മക്കളെയും ആമേൻ ഇശായി സ്നേഹിച്ച് ഒന്നിനു പുറകെ 5-6 മക്കളെ അങ്ങ് സ്നേഹിച്ച് എല്ലാവരും സ്നേഹിച്ചിരുന്നു. ഹല്ലേലൂയ. ആ മക്കളെയൊക്കെ ഇങ്ങോട്ട് വരുത്തി, എല്ലാവരെയും മുമ്പ് നിർത്തി, ശമൂവേലിനെ മുമ്പ് നിർത്തി. ആരെയും ആമേൻ തിരഞ്ഞെടുത്തില്ല. ഹല്ലേലൂയ. ഒടുവിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുത്തനുണ്ട്, അവൻ കാട്ടിലാണ്, അവൻ ആടുകളെ മേച്ചോണ്ട് നടക്കണം, അവൻ്റെ പേര് ദാവീദ്. എന്നാൽ അവനെ വരുത്താൻ പറഞ്ഞു. അവനെ വരുത്തിയിട്ടല്ലാതെ ഞങ്ങൾ ഭക്ഷിക്കുകയില്ല, അവനുമായി വന്നിട്ടല്ല നമ്മൾ പാനം ചെയ്തിട്ടില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പാനം ചെയ്യത്തില്ല. ദാവീദ് വന്നു. ദാവീദിനെ ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ, ആമേൻ. എന്നാൽ ലോകപ്രകാരം കാഴ്ചയിലുള്ളതിനെ തിരഞ്ഞെടുത്തില്ല കേട്ടോ. ദൈവത്തിന് ഒരുത്തനെ, അവനെ ദൈവവും. എന്നാൽ ആമേൻ ഇശായിയുടെ മക്കളിൽ മുഴുവൻ പേരും ദാവീദ് ഒഴികെ മുഴുവൻ പേരും ലോകപ്രകാരം നടന്നവരാണ്. എന്നാൽ അവരെ ഒക്കെ രക്ഷകന്മാരുടെ സ്ഥാനത്തുമാണ്. പക്ഷെ ദൈവം അവരോട് കൂടെ ഇല്ല. എന്നാൽ ദൈവം കൂടെയുള്ള ദാവീദിനോട് കൂടെ മാത്രം. അവൻ കാട്ടിലും നാട്ടിലും വീട്ടിലും എല്ലായിടത്തും എല്ലാ സാഹചര്യങ്ങളും, സിംഹങ്ങളുടെ നടുവിലും പുലികളുടെ നടുവിലും ചെന്നായ്ക്കളുടെ നടുവിലും കടിച്ചു കുറന്ന അനുഭവങ്ങളുടെ നടുവിലും വെല്ലുവിളികളുടെ നടുവിലും ഹല്ലേലൂയ, ദാവീദിനോട് കൂടെ കർത്താവ് ഉണ്ടായിരുന്നു കേട്ടോ. കർത്താവുണ്ട്. അപ്പൻ്റെ ആടുകളുമായിട്ട് ആമേൻ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ ദാവീദിനെ രക്ഷിച്ചത് കർത്താവായ യേശു, ആമേൻ, ദൈവമാണ്. ഹല്ലേലൂയ.
എല്ലാ കഷ്ടങ്ങളിലും, നഷ്ടങ്ങളിലും, ഭാരങ്ങളിലും, രോഗങ്ങളിലും, നിരാശകളിലും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാകുന്നു ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരിക്കുന്ന ദാവീദ്, ആമേൻ ഹല്ലേലൂയ, 118 സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 5ഉം 6ഉം വചനങ്ങൾ പറയുന്ന യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. ആമേൻ, യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. മനുഷ്യനൊന്നും കഴിയത്തില്ല. ദൈവം അനുകൂലമല്ലെങ്കിൽ പ്രതികൂലൻ ആര്? ദൈവമക്കളെ, നമുക്ക് ദൈവം അനുകൂലമാകണം. ദൈവം അനുകൂലമെങ്കിൽ ഈ ലോകത്തിൻ്റെ ആമേൻ ലോകത്തിലുള്ളവർ നമുക്ക് വേണ്ട കേട്ടോ. അവർ നമുക്ക് അനുകൂലമാകത്തില്ല. നമ്മുടെ ഗവൺമെൻ കോഴിക്കോടും വേണ്ട, പട്ടിക്കൂടും വേണ്ട, പൂച്ചക്കൂടും വേണ്ട, എലിയും വേണ്ട, പുലിയും വേണ്ട. ദൈവം നമുക്ക് അനുകൂലമായ, നമ്മൾ വിതച്ചാൽ 100 മേനിയ. നമ്മൾ വിതച്ചാൽ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ. നമ്മൾ വിതച്ചാൽ, നമ്മൾ കൊയ്താൽ 100 മേനിയ. തുള്ളം തിന്നത്തില്ല, വെട്ടുക്കിളി തിന്നത്തില്ല. നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രമാ. നമ്മൾ ഉയർത്തപ്പെടും. 100 മേനി നമ്മൾ ലഭിക്കും. നമ്മളിൽ രോഗിയില്ല, രോഗം വരത്തില്ല, രോഗം മാറിപ്പോകും, രോഗികൾ സൗഖ്യമായി തീരും. ആമേൻ, വ്യാധികൾ വിടുവിക്കപ്പെടും. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ. ഒരു വലിയൊരു കൂട്ടം നമുക്ക് നേരെ കടന്നു വരട്ടെ. ഒരു സൈന്യം നമ്മുടെ നേരെ കടന്നു വരട്ടെ. നമുക്ക് നേരെ വലിയൊരു യുദ്ധം നടക്കട്ടെ. യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ പേടിക്കത്തില്ല, ഞാൻ പേടിക്കത്തില്ല, ഞാൻ പേടിക്കത്തില്ല എന്ന് പകൽക്കാലത്തിൽ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പേടിക്കത്തില്ല. ആമേൻ. എന്നെ സൗഖ്യമാക്കും, എന്നെ വിട്ടുവീഴ്പാൻ രക്ഷിപ്പാൻ കർത്താവ് മതിയായ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ. വൈരി അടുക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ. ലോകക്കാരൻ പറയും അത് മന്ത്രവാദമാട്ടോ, അത് മന്ത്രവാദമാ, ആഭിചാരമാ. ആമേൻ. ദൈവം പറയുന്നു, ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കത്തില്ല. നമുക്ക് നേരെ ആ 1000 മന്ത്രവാദികൾ ചേർന്ന് നിന്ന് മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദിയുടെ മന്ത്രം അത് കേൾക്കത്തില്ല. ഓ ഹല്ലേലൂയ, മന്ത്രവാദിയുടെ മന്ത്രം കേൾക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്, നമ്മൾ പേടിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വിശ്വാസം, നമ്മുടെ കർത്താവിൻ്റെ നമ്മുടെ പക്ഷത്തുണ്ടോ? ഹല്ലേലൂയ. 1000 മന്ത്രവാദികൾ വന്നു നിന്ന് മന്ത്രം ചെയ്യട്ടെ. പലരും പലരും തെറ്റിക്കുന്നുണ്ട്. ആമേൻ. അത് മന്ത്രവാദവാ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് മന്ത്രവാദവാ, അത് കൈവശമാ. അതിനുവേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ആൾക്കാരെ കൊണ്ടുവരണം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ ആമേൻ. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, ഒരു 10,000 ഒരു 50,000 മന്ത്രവാദികൾ നമുക്ക് നേരെ, എനിക്ക് നേരെ, നിങ്ങൾക്ക് നേരെ മന്ത്രം ചൊല്ലിയാലും യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. കർത്താവ് നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ട്, നമ്മുടെ പക്ഷത്തുള്ളവരൊന്ന് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. യാസ്, ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ ആമേൻ. നമ്മളെ വിശ്വസിക്കുന്ന വിശ്വാസികളാണ്. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. നമ്മളെ കരം പിടിച്ച് നടത്തുവാൻ, നമ്മളെ രക്ഷിപ്പാൻ, നമ്മളെ വിടുവിപ്പാൻ, ആമേൻ, നമ്മളെ നയിപ്പാൻ നമുക്കുണ്ട്. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. നമ്മൾ മാർക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു പോകുമ്പോഴോ, മാർക്കോസ് സുവിശേഷത്തിൽ നമ്മളൊക്കെയും ഈ ലോകപ്രകാരം ജീവിതം നയിക്കുന്നവരാണ്. നാം പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ പലരും നടക്കുന്നത്. നാം പാതി വൈദ്യൻ പാതി, നാം പാതി മരുന്ന് പാതി, നാം പാതി മന്ത്രം പാതി എന്ന രീതിയിലാണ് നമ്മൾ നടക്കുന്നത്. ദൈവത്തോടു കൂടെ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ പക്ഷത്ത് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഭക്തൻ പറയുന്നു, ഞാൻ എൻ്റെ പക്ഷത്ത്, എൻ്റെ സൈനിക യഹോവൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട് ഞാൻ പേടിക്കത്തില്ല. എന്നെ സഹായിക്കുന്നവരോട്, എന്നെ രക്ഷിക്കുന്നവരോട് കൂടെ എൻ്റെ കർത്താവിൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ പേടിക്കത്തില്ല. ഒരു സൈന്യം കയറി വന്നാൽ ഞാൻ പേടിക്കത്തില്ല.
ആമേൻ. മാർക്കോസ് സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ, മാർക്കോസ് സുവിശേഷം ആമേൻ ആമേൻ ഹല്ലേലൂയ ആമേൻ വായിക്കുമ്പോൾ, മാർക്കോസ് സുവിശേഷം ഹല്ലേലൂയ ആമേൻ 4-ാം അധ്യായത്തിന്റെ 35 മുതൽ ചില വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് യേശുവും ശിഷ്യന്മാരുമായിട്ട് ആമേൻ ആമേൻ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ആമേൻ ഹല്ലേലൂയ ആമേൻ. ഒരു ശുശ്രൂഷ, ഒരു ഭാഗത്തുള്ള ശുശ്രൂഷ കഴിഞ്ഞിട്ട് പുരുഷാരത്തെ വിട്ട് യേശു ഹല്ലേലൂയ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുമായി അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി ഒരു പുറപ്പാട്, അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി ഒരു പുറപ്പാട്. യേശു പറഞ്ഞു, സന്ധ്യയായി, നിങ്ങൾക്ക് അക്കരയ്ക്ക് പോകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്ധ്യയായി, ലോകത്തിന്റെ അവസ്ഥ സന്ധ്യയായി, നമ്മൾ അക്കരയ്ക്ക് പോകുവാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശുവും ശിഷ്യന്മാരുമായി ഇരുന്ന പാടെ പടകിലിരുന്ന പാടെ ഹല്ലേലൂയ ആമേൻ. പടകിലാണിപ്പോൾ അക്കരയ്ക്ക് പോകുന്നത്. ഹല്ലേലൂയ. പടകിൽ യേശുവും ശിഷ്യന്മാർ ആമേൻ തിരഞ്ഞെടുത്ത പടകിൽ ആമേൻ അവർ കയറിയിരിക്കുമ്പോൾ ഇരുന്ന പാടെ ഹല്ലേലൂയ ആമേൻ അവരെ കൊണ്ട് യാത്ര പുറപ്പെടുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ ഉള്ളത് യേശുവും ശിഷ്യന്മാരുമാകുന്നു. ആമേൻ. യേശുവും ശിഷ്യന്മാർ ഇപ്പോൾ ഈ പടകിന്റെ അകത്ത് പടവിൽ ആമേൻ ശിഷ്യന്മാരുകൊണ്ട്, യേശുണ്ട്. ആമേൻ. യേശുവിന്റെ പക്ഷക്കാര ശിഷ്യന്മാരുടെ പക്ഷക്കാരനായ യേശുവരുടെ പക്ഷത്തുണ്ട്, യേശുവരുടെ പടകിലുണ്ട്. യേശുവരുടെ പടകിലുണ്ട്. എൻ്റെ ദൈവം എൻ്റെ പക്ഷക്കാരൻ, എന്നെ സഹായിക്കുന്നവൻ, എന്നെ ഉയർത്തുന്നവൻ, എന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നവൻ എൻ്റെ പടകിലുണ്ട്. ഹല്ലേലൂയ. അപ്പോഴാകുന്നു ആമേൻ ഹല്ലേലൂയ ആമേൻ യേശു ശിഷ്യന്മാരുമായി ആമേൻ യാത്ര പുറപ്പെട്ടപ്പോഴാകുന്നു കടലിൽ നിന്ന് ആ വചനം എടുത്ത് വായിച്ചാൽ ദേവാസിയെ. ഹല്ലേലൂയ ആമേൻ. മാർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതൽ ചില വചനങ്ങൾ വായിച്ചാട്ടെ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉയർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞ് മതി. ഇതിനെ തുടർന്ന് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ ഹല്ലേലൂയ നമ്മുടെ പടകിൽ യേശുവുണ്ട്. നമ്മുടെ യാത്രയിൽ യേശുവുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ, ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, ലൗകികമാകുന്ന ജീവിതത്തിൽ നമ്മുടെ പടകിൽ യേശുവുണ്ട്. ഹല്ലേലൂയ. നമ്മൾ യേശുവായിട്ട് അക്കരയ്ക്ക് പോവുകയാണ്. യേശുവായിട്ട് പോകുന്നതോടൊന്ന് കരവുയർത്തി, യേശുവായിട്ട് പോകുന്ന അക്കരയ്ക്ക് പോവുകയാണെന്നുള്ളത്. ആമേൻ. യേശുവായിട്ട് ആമേൻ തന്റെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകുമ്പോഴാകുന്നു ഹല്ലേലൂയ പടകില് വലിയൊരു തിര അടിക്കുവാനിടയിൽ തീർന്നു. വലിയൊരു കോളും തിരയൊക്കെ കടലിൽ നിന്ന് ഉയരുവാനിടയിൽ തീർന്നത്. ഓ ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇപ്രകാരമാകുന്നു. വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. കടലിൽ വലിയ ഓളമുണ്ടായിട്ട് ആമേൻ വലിയ തിരമാലകൾ ആർത്തിരച്ച് പടകിന് നേരെ ആഞ്ഞടിപ്പാനിടയിൽ തീർന്നു. എന്നാൽ യേശു ശിഷ്യന്മാരുമായിട്ട് ഇരുന്ന പാടെ അങ്ങ് പുറപ്പെടുവാനായിട്ട് തീർന്നു. ആമേൻ. ഒരു വലിയൊരു ശുശ്രൂഷ കഴിഞ്ഞിട്ടൊക്കെ ആമേൻ കയറി യാത്ര ചെയ്ത് അക്കരയ്ക്ക് പോവുകയാണ്. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യേശുവിനോട് കൂടെ പലപ്പോഴും ശിഷ്യന്മാർ നടക്കുവാനിടയിത്തീർന്നു. ശിഷ്യന്മാർ നടക്കുമ്പോൾ 12 ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവർ ചിന്തിക്കുന്ന ചിന്താഗതിയിലുണ്ട്. ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയാണ് കേട്ടോ ദൈവമക്കളെ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ നമ്മുടെ സഭയ്ക്കകത്ത് 50 പേരുണ്ടെങ്കിൽ 50 പേർക്ക് 50 ചിന്താഗതിയാണ്. ആമേൻ ആമേൻ. 50 പേരും 50 പക്ഷക്കാരനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഇവിടെ ആമേൻ ദൈവമക്കളിൽ പറയാണ് ആമേൻ ഞാൻ കേഭാവുവിന്റെ പക്ഷക്കാരൻ. ഹല്ലേലൂയ. ഞാൻ കേഭാവുവിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. ഒരുപാട് പക്ഷക്കാരനാ. ഇപ്പൊ ശിഷ്യന്മാര് ഹല്ലേലൂയ അവർ ചിന്തിക്കുകയാണ്. അവര് അങ്ങ് ചിന്തയിലും കാണ്ട് കേട്ടോ.
പടയിൽ കയറി യാത്ര അങ്ങ് തുടങ്ങിയപ്പോൾ അങ്ങ് വലിയ ചിന്തയിൽ നമ്മളിൽ ആരായിരിക്കും വലിയവൻ, നമ്മളിൽ ആരാകുന്നു വലിയവൻ? നേതാവ് ആരായിരിക്കും? യേശു കഴിഞ്ഞ പിന്നെ അടുത്ത നേതാവ് ആര്? ഹല്ലേലൂയ! എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ! പ്രൈസലോ. ആമേൻ. ആരുടെ പക്ഷക്കാരൻ? പ്രൈസലോ. 50 തലത്തിലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ യേശു ആമേൻ ഞങ്ങൾ രാജാവാരെന്ന്, ആമേൻ, അധിപതിയാരെന്ന്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ നമ്മളോട് കൂടെ എത്രയോ പേർ അനുഗമിച്ചവർ. എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എന്നോട് കൂടെ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒത്തിരി പേരെ സ്നേഹിച്ചിരുന്നു, ഒത്തിരി സഹോദരന്മാരെയൊക്കെ സ്നേഹിച്ചിരുന്നു, ഒത്തിരി പേരെയൊക്കെ ഞാൻ കൂട്ടുകാരാക്കി ഒക്കെ വെച്ചിട്ടിരുന്നു. ഇപ്പോഴവരെയെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്ത് വിട്ടു, അവരെയൊക്കെ ക്ലോസ് ചെയ്തൊക്കെ വിട്ടു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷത്ത് അവരാരും ഇല്ല കേട്ടോ. നമ്മുടെ ആദായത്തിന് വേണ്ടി മാത്രമാണ് നമ്മുടെ പക്ഷത്തുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മുടെ പക്ഷത്തില്ല. ആമേൻ. നമ്മളോട് കൂടെ നമ്മുടെ സ്നേഹിതനായിരുന്നാലും നാട്ടുകാരനായിരുന്നാലും വീട്ടുകാരനായിരുന്നാലും ആര് നടന്നാലും നമ്മുടെ ആദായങ്ങളെ നോക്കിക്കൊണ്ട് മാത്രമാണ് അവർ നമ്മളവിടെ നടക്കുന്നത്. എന്നാൽ നമ്മുടെ പക്ഷത്തില്ല. നമ്മുടെ അനർത്ഥം വരട്ടെ, ആപത്ത് വരട്ടെ, കഷ്ടം വരട്ടെ, നഷ്ടം വരട്ടെ, അപ്പോഴും ഇവർക്ക് തള്ളിക്കളഞ്ഞിട്ട് പോകും. അല്ലെങ്കിൽ ശത്രുവിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ പകയ്ക്കും, നമ്മളെ ദുഷിക്കും, നമ്മളെ നിന്ദിക്കും, നമ്മളെ അപമാനിക്കും, നമ്മളെ പരിഹസിക്കും, നമ്മളെ നിന്നാപാത്രമാക്കി തീർക്കും. ഹല്ലേലൂയ! അവർ നമ്മുടെ പക്ഷത്തില്ല. പക്ഷത്തുള്ളവൻ അങ്ങനെ ചെയ്യത്തില്ല. ആമേൻ. നമ്മുടെ പക്ഷത്താണോ? ആമേൻ. കഥ പറയുന്നത്, നിനക്ക് അനുകൂലം, ഞാൻ നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലൻ ആര്? കർത്താവ് നമ്മുടെ പക്ഷക്കാരനാ. ഞാൻ നിനക്ക് അനുകൂലമായി ഏത് ശത്രു, ഏത് വൈരി, ആരാ നിനക്ക് യുദ്ധം നേരിട്ടാലും നീ നിർഭയമായിരിക്കും. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുമോ, ദൈവത്തിന്റെ സൃഷ്ടിയാ. നിനക്ക് നേരെ ഒന്നും വരത്തില്ല, ഒരു വ്യാധി നിന്നെ അടുക്കത്തില്ല, ഒരു അപമാനമോ ഒന്നും നിന്നെ അടുക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ലോകം കരുതുന്നത് ലോകത്തിൻ്റെ പക്ഷമാണ് വലുതെന്ന്. ആമേൻ. ഇന്ന് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടല്ലോ. ആമേൻ. ഞാൻ ജയാളിയായി തീരും, ഇന്നയാളധികാരം ജയാളിയായി തീരും, മറ്റാൾ ജയാളിയായി തീരും. ഈ പഞ്ചായത്ത് തലങ്ങളിൽ, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ, അല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളിൽ, അല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ ഞങ്ങൾ എൻ്റെ പക്ഷത്തായിരിക്കല്ല. നരേന്ദ്രമോദി പറയുന്നു, നരേന്ദ്രമോദിയുടെ പക്ഷത്താണ് ഇപ്പോൾ ജനം കൂടുതൽ കേട്ടോ. കേരള സംസ്ഥാനത്ത് നോക്കിയാൽ ഇടതുപക്ഷത്തിലാണ് ആൾ കൂടുതൽ. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഹല്ലേലൂയ. ഇടതുപക്ഷത്താണ് തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിന് തലസ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ നോക്കി നരേന്ദ്രമോദിയുടെ പക്ഷത്താണെന്ന് BJP-ക്കാർ മൊത്തം, ഹൈന്ദവർ മൊത്തം. ഹല്ലേലൂയ. യേശു നിന്റെ പക്ഷത്തുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിച്ചാലും അവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അപ്പോഴാകുന്നു നമ്മൾ പക്ഷം വിട്ട്, യേശുവിൻ്റെ പക്ഷം വിട്ട് ശിഷ്യന്മാർ വായിച്ച ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ, യേശുവിൻ്റെ പക്ഷം വിട്ട് ശിഷ്യന്മാർ ഓരോരുത്തരും ഓരോ പക്ഷം പിടിക്കുവാൻ, ഓരോ പക്ഷം ചിന്തിക്കുവാൻ തുടങ്ങിയ സമയത്ത് തന്നെ അവരുടെ കുടുംബത്തിനകത്ത് ആ പടകിന് നേരെ വലിയ കൊടുങ്കാറ്റടിപ്പാനിടയിൽ തീർത്തു. യേശുവിൻ്റെ പക്ഷത്തുള്ളവരെയാണ് യേശു ചേർത്ത് വച്ചിരിക്കുന്നത്. യേശു വിചാരിച്ചു എൻ്റെ പക്ഷത്തായിരിക്കുന്നവരെല്ലാവരും. യേശു വിചാരിച്ചു യേശു തിരഞ്ഞെടുത്തവർ മുഴുവനും യേശുവിൻ്റെ പക്ഷക്കാരായിരുന്നുവെന്ന്. എന്നാൽ യേശുവിൻ്റെ പക്ഷത്തില്ല. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ നടക്കുന്നത് കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യേശു അങ്ങനെ തന്നെ ആശ്രയിക്കാത്തതുകൊണ്ട്, യേശുവിൽ ആശ്രയിക്കാത്തതുകൊണ്ട് യേശു പടകിൽ കയറിയ തലയണ വെച്ച് അങ്ങ് ഉറങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. പടകിൻ്റെ അമരത്ത് തലയണ വെച്ച് അങ്ങ് ഉറങ്ങാൻ തുടങ്ങി. യേശുവിൻ്റെ പക്ഷത്ത് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാര് കൂടെ ഉണ്ട്, ശിഷ്യന്മാര് പക്ഷത്തില്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാകുന്നു യേശുവിൻ്റെ പക്ഷത്ത് നമ്മുടെ പക്ഷത്തിൽ യേശു ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ദൈവമക്കളെ? നമ്മൾ പൊടി കാണൂല കേട്ടോ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് യേശു നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. യേശു നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. യേശുവൻ പക്ഷത്തിൽ ഉള്ളതിനാൽ എന്തോരാനന്ദം ഭൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഭൂവിൽ വാസം. എത്ര മോദം
പാർത്തലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ പക്ഷത്ത് നോക്കിയപ്പോൾ ആമേൻ ആമേൻ യേശുവുണ്ട്, പക്ഷക്കാരൻ കൂടെയുണ്ട്, പക്ഷക്കാരും കൂടെയുണ്ട്. യേശു നായകൻ, യേശു ശിഷ്യന്മാരും ഇപ്പോൾ കൂടെയുണ്ട്. ഇപ്പം പടകില് പ്രതികൂലമാ. ഹല്ലേലൂയ. പരസ്പര യോജിപ്പില്ല, യേശുവുമായിട്ട് ബന്ധമില്ല. ആമേൻ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ആരും ഹല്ലേലൂയ യേശുവിൻ്റെ പക്ഷത്തില്ല. യേശുവിൻ്റെ പക്ഷത്തില്ലെങ്കിൽ പ്രതികൂലം വരും, രോഗം വരും, ഭാരം വരും, ശത്രു വന്ന് ഇടപെടും, സാത്താൻ വന്ന് ഇടപെടും. സാത്താൻ വന്ന് ഇടപെട്ട് ഭാരപ്പെടുത്തും, രോഗപ്പെടുത്തും, രോഗിയാക്കി തീർക്കും, ബലഹീനരാക്കി തീരും. ആമേൻ നമ്മുടെ ദൈവസന്നിധിയിൽ അകന്നു പോകാനിടയിൽ തീരും. ഇവിടെ വലിയ കൊടുങ്കാറ്റാ, വലിയ പ്രശ്നങ്ങളാ, വലിയ തിരമലകളാ ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പടകിൽ പാഞ്ഞടിക്കുന്നത്. ഏകദേശം അങ്ങ് ഒരു പരുവത്തിനങ്ങ് നശിച്ചു പോകാനായപ്പോഴാണ് ശിഷ്യന്മാരെ ഒന്ന് ഉണർന്നത് കേട്ടോ. വെള്ളം അങ്ങ് താഴ്ത്താൻ വേണ്ടി ഇനി ഒരുപാടൊന്നും മുമ്പോട്ട് പോകത്തില്ല. അപ്പോഴാണ് ചാട്ട കൊടാന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് ഉണർന്നെണീറ്റ് പക്ഷക്കാരെ ഉണർത്തുവാൻ ഇടയെത്തുന്നത്. അപ്പോഴാണ് ഓർമ്മ വന്നത്, തീരാൻ പോകുന്ന സമയത്താകുന്നു. ആമേൻ. അല്ലെങ്കിൽ ഇന്ന് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സുഖകാലത്തിൽ നമ്മുടെ നടക്കും. ദുഃഖകാലം വരുമ്പോൾ ഒരു രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രിക്ക് പോകാം, പെട്ടെന്ന് വണ്ടി പിടി നമുക്ക് പോകാമെന്ന് പറയും. പെട്ടെന്ന് വണ്ടി പിടി ആശുപത്രി പോകാം, വൈദ്യന്മാരെ ചെന്ന് കാണാം. ഹല്ലേലൂയ. ദൈവത്തിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്നുള്ള കാര്യം ഒന്നും ഓർമ്മയിലില്ല. നമ്മളിത് നടക്കുന്ന ദൈവത്തോടു കൂടെ ആണെങ്കിലല്ലേ അങ്ങനെ ഓർമ്മ വരുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആശുപത്രിയിലേക്ക് ഓടുവാനിടയിൽ തീരും. യേശുവിൻ്റെ പക്ഷത്തിലുണ്ടോ ഭയപ്പെടേണ്ട ദൈവങ്ങളെ. എന്നാൽ യേശു ഹല്ലേലൂയ പ്രതികൂലങ്ങൾ ഏറിയപ്പോൾ യേശുവിനെ അവർ ഉണർത്തി കേട്ടോ. യേശുവിനെ ഉണർത്തിയിട്ട് ചോദിക്കുന്നത്, കർത്താവ് യേശുവേ, ആമേൻ ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങൾ രോഗത്താൽ നശിക്കുന്നു, ക്ഷീണത്താൽ നശിക്കുന്നു, ബലഹീനതാൽ നശിച്ചു പോകുന്നു, ആദിവ്യാധികൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. ആമേൻ. വിചാരമില്ലയോ എന്ന് ചോദിച്ചു, യേശുവിനോട് ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഹല്ലേലൂയ. പ്രതികൂലത്തെ ശാസിച്ചു. ഹല്ലേലൂയ. യേശു പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത്? നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത്? യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ഭീരുക്കൾ ആകുന്നത് എന്ത് എന്ന് ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4 നല്ല പ്രൈസ്. നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത്? ഭീരുക്കൾ എന്ന് പറഞ്ഞ് എന്താണ്? ഭയപ്പെടുത്തുക, പ്രയോജനമില്ലാതാകി തീരുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്ത്? നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾ അധൈര്യപ്പെടുന്നത് എന്ത്? നിങ്ങൾ അവിശ്വാസികളായി തീർന്നത് എന്ത്? യേശു നമ്മുടെ പക്ഷത്തുണ്ടെന്നുള്ള കാര്യം മറന്നുപോയി. തിരമാലകൾ ഒത്തിരി അടിച്ചപ്പോൾ ആമേൻ പ്രതികൂലങ്ങൾ ഒത്തിരി അടിച്ചപ്പോൾ വിശ്വാസമൊക്കെ പോയി. അവിശ്വാസികളുടെ കൂടെയായി, വൈദ്യന്മാരെ പുറകെയായി. ഹല്ലേലൂയ. വൈദ്യന്മാരെ പുറകെയായി, ആശുപത്രിയുടെ പുറകെയായി. യേശു എഴുന്നേറ്റ് ആമേൻ കടലിനെയും കാറ്റിനെയും ശാസിച്ചു, ശാന്തതയുണ്ടായി. ആമേൻ ആമേൻ. ലോകത്തിന് ഒട്ടും പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. ലോകം എതിർക്കുന്നുണ്ട് കേട്ടോ. ലോകത്തിൻ്റെ ശക്തി സഭയ്ക്കകത്ത് പോരാടുന്നുണ്ട്. ലോകത്തിൻ്റെ ശക്തി സാത്താൻ പോരാടുന്നുണ്ട്. 100% പോരാടുന്നുണ്ട് സാത്താൻ സഭയ്ക്ക് നേരെ. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഉണർന്ന് ജയിക്കുക. ആമേൻ. യേശു നമ്മുടെ പക്ഷത്തുണ്ട്. യേശു നമ്മുടെ പക്ഷത്തുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു യേശു നമ്മുടെ പക്ഷത്തുണ്ടെന്ന്? ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കൊടുങ്കാറ്റ് വരട്ടെ, പെരുങ്കാറ്റ് വരട്ടെ, ചുഴലിക്കാറ്റ് വരട്ടെ, അഗ്നി പർവ്വതം വരട്ടെ, കൊറോണ വ്യാധികൾ, മഹാമാരികൾ വരട്ടെ, എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ യേശു എൻ്റെ പക്ഷത്തുണ്ട്. എൻ്റെ യേശു എൻ്റെ പടകിലുണ്ട്. നിന്റെ കൂട്ടായ്മയുടെ നടുവിൽ യേശുണ്ട്. നിന്റെ കൂടിയിരു വരവിൽ യേശുണ്ട്. നിന്റെ ഭവനത്തിൽ യേശുണ്ട്. നിന്റെ ജീവിതത്തിൽ യേശുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? അവനാണ് നമ്മുടെ പക്ഷക്കാരൻ, അവനാണ് നമ്മുടെ
പക്ഷക്കാരൻ. നമ്മുടെ ലോകത്തിൻ്റെ പക്ഷക്കാരനല്ല കേട്ടോ ദൈവങ്ങളെ. ലോകക്കാര് കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. നമ്മുടെ വോട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ കരിയപ്പല പോലെ കഴുകി കളയും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ പക്ഷം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ പോലും നമുക്ക് അവരൊന്നും ചെയ്തിട്ടില്ല. ആമേൻ. ഇവിടെ നമ്മുടെ ആലയത്തിനെ സംബന്ധിച്ച് ഒരു പൈപ്പ് ലൈൻ ചെയ്തു തരണമെന്ന് പറഞ്ഞിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് ഗവൺമെൻറ് തലത്തിൽ സൗജന്യമായി കൊടുക്കുന്ന സമ്പ്രദായമാണ്. എന്നാൽ നമുക്ക് ചെയ്തു തരുവാൻ നമ്മൾ തിരഞ്ഞെടുത്ത വ്യക്തിക്ക് കഴിഞ്ഞില്ല. അത് അപ്രകാരം അതുപോലെയാണ്, കഴിയത്തില്ല. സാത്താൻ അനുവദിക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ദൈവം അനുവദിക്കണം കേട്ടോ ദൈവങ്ങളെ. ദൈവം തരണം. ദൈവം തരാതെ ആമേൻ ഈ ലോകക്കാരൻ നമുക്ക് തരണ്ട. ഇന്ന് വരെ നിങ്ങളുടെ ദൈവദാസൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയിട്ടില്ല. അവർക്ക് അവരുടെ പേരൊക്കെ എഴുതി പ്രസിദ്ധം ചെയ്തു കൊടുക്കും. ഞാൻ കമേഴ്സ്യൽ ആർട്ടിസ്റ്റാണ്, എഴുത്തുകാരനാണ്, ചിത്രകാരനാണ്. ഞാൻ എഴുതിയ ചിത്രങ്ങൾ അമേരിക്കയിൽ വരെ എത്തിയിട്ടുണ്ട്. ആമേൻ. ഒരു ചിത്രം ഭാഗ്യമായി അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചിത്രകാരനാണ്. ആമേൻ. ഞാൻ ഒരു കമേഴ്സ്യൽ ആർട്ടിസ്റ്റാണ്. ഹല്ലേലൂയ. എന്നെ ഈ കർത്താവ് വിളിച്ചു. യേശു ശിഷ്യന്മാരെ കടപ്പുറത്ത് നിന്ന് വിളിച്ചതുപോലെ, മുക്കുവന്മാരെ പിടിച്ചതുപോലെ എൻ്റെയും കർത്താവ് വിളിച്ചു. എൻ്റെ യേശു എൻ്റെ പക്ഷത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ആമേൻ. യേശു എൻ്റെ പക്ഷത്തുള്ളതുകൊണ്ട് ഞാൻ പേടിക്കത്തില്ല. ഈ ലോകത്തിൻ്റെ ശക്തികളെ കണ്ട്, സാത്താനെ കണ്ട്, വൈരികളെ കണ്ട്, ഒരു ഭരണാധികാരിയെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. എത്ര വിശ്വസിക്കുവാൻ കഴിയും? ആമേൻ. കർത്താവ് പറഞ്ഞത്, ഒരു ശത്രുവും നിന്റെ മേൽ നേരെ നിൽക്കത്തില്ല. ഞാൻ നിന്നോട് കൂടെയാണ്, നിന്റെ പാട്ടക്കാരനാ. പകൽക്കാലത്തിൽ നമ്മളോടുകൂടെ കർത്താവ് ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ശിഷ്യന്മാർ പതറിയപ്പോൾ ശിഷ്യന്മാരെ ആമേൻ, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളുടെ വിശ്വാസം എവിടെ? യേശുവിൻ്റെ പക്ഷക്കാരനാണോ നിങ്ങൾ? ആമേൻ. നിങ്ങൾ പേരുക്കളാകുന്നത് എന്ത്? അവർ ഭയപ്പെട്ടു, ശിഷ്യന്മാർ ഭയപ്പെട്ടിട്ട്. ആമേൻ. യഥാർത്ഥ പക്ഷക്കാരൻ ഭയപ്പെട്ടിട്ട് യേശുവിൻ്റെ കടലും കാറ്റും ആമേൻ പ്രകൃതിയും ഒക്കെ അവനെ അനുസരിക്കുന്നു. ശാന്തത വന്നു. യേശുവിനെ പക്ഷക്കാരനാക്കിയപ്പോൾ, ആമേൻ, യേശുവിനെ ഉണർത്തിയപ്പോൾ, യേശുവിനെ തിരഞ്ഞെടുത്തപ്പോൾ, യേശുവിനെ ഉണർത്തിയപ്പോൾ അവരുടെ യാത്രയ്ക്ക് ശുഭമുണ്ടായി. അവരുടെ യാത്രയിലെ പ്രതികൂലങ്ങളെല്ലാം മാറി. അവരുടെ യാത്രയിലെ പ്രശ്നങ്ങളെല്ലാം മാറി. അവർ ശാന്ത തുറമുഖത്തെത്തുവാനിടയിൽ തീർന്നു. അവർ അക്കരയ്ക്ക് ശാന്തമായി ഇറങ്ങുവാനിടയിൽ തീർന്നു. അതിന് യേശു വേണം കേട്ടോ ദൈവമക്കളെ. യേശു ഇല്ലെങ്കിൽ, യേശുവില്ലാത്ത യാത്ര ആമേൻ കാഴ്ചയാലല്ല വിശ്വാസത്താലാകുന്നു യേശു നടക്കുന്നത്. വിശ്വാസത്താൽ നടന്നാൽ മാത്രമേ യേശു നമ്മുടെ കൂടെ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ യേശു നമ്മുടെ കൂടെ നടക്കത്തില്ല. നമ്മൾ ലോകക്കാരൻ്റെ സന്താപവും വിളിച്ച്, ലോകക്കാരൻ്റെ മുദ്രാവാക്യവും വിളിച്ച്, ലോകക്കാരൻ്റെ പക്ഷവും ചേർന്ന് ആമേൻ ലോകക്കാരനെ ഉയർത്തിക്കൊണ്ട് നടന്നാലുണ്ടല്ല, അമ്മമാരൊക്കെ നിന്നെ കൈവിടും. യേശുവിനെ നീ തിരഞ്ഞെടുത്താൽ പകൽക്കാലത്ത് യേശു നിന്നെ കൈവിടത്തില്ല, നിന്നെ ഉപേക്ഷിക്കത്തില്ല. അപ്പൻ കൈവിടും, അമ്മ കൈവിടും, സഹോദരൻ കൈവിടും, ചാർച്ചകൾ കൈവിടും, ദേശം കൈവിടും, രാജ്യങ്ങൾ കൈവിടും, നിന്റെ സകല ബന്ധങ്ങളും കൈവിടും. എന്നാൽ യേശു നിന്റെ പക്ഷത്തുണ്ടോ, നിന്നെ അവൻ ചേർത്തുകൊള്ളും. പകൽക്കാലത്തിൽ ആമേൻ ദൈവസന്നിധിയിലുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ സമയം പറഞ്ഞത് കൊണ്ടാകുന്നു ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പ്രീസലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ആമേൻ എലക്ഷൻ നടക്കുകയാണല്ലോ. നമ്മുടെ ദേശത്ത് അധിപതികളെ, സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന നിമിഷങ്ങളാണല്ലോ. നമ്മൾ ആരെ തിരഞ്ഞെടുക്കും എന്ന് പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തന പുസ്തകം 124 അധ്യായം അതിൻ്റെ 1 മുതൽ ചില വചനങ്ങളെന്ന് വായിച്ചാട്ടെ. സങ്കീർത്തന പുസ്തകം 124 1 മുതൽ. ഹല്ലേലൂയ. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ നമ്മുടെ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ. ഇസ്രായേൽ പറയേണ്ടതെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മോട് ജ്വലിച്ചപ്പോൾ അവർ നമ്മെ അവൻ നമ്മെ ജീവനോടുകൂടെ വിഴുങ്ങും. മനുഷ്യർ കർത്താവ് പറഞ്ഞു, നിങ്ങളെന്താ ശിഷ്യന്മാരെ അയച്ചിട്ട്
നിങ്ങൾ മനുഷ്യരെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മനുഷ്യനെയാണ് തിരഞ്ഞെടുക്കാൻ നിൽക്കുന്നത്. മനുഷ്യനെ, ദൈവത്തെ തിരഞ്ഞെടുക്കാൻ സമയമല്ല, മനുഷ്യനെയാണ് തിരഞ്ഞെടുക്കാൻ നിൽക്കുന്നത്. മനുഷ്യനെ തിരഞ്ഞെടുക്കുന്ന ആവശ്യം, പക്ഷെ മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ ആർത്തിയും ആവശ്യവും. ദൈവത്തെ കർത്താവിനെ തിരഞ്ഞെടുക്കാൻ ആർത്തി ആവശ്യമൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാഴ്ചയിൽ നടക്കുകയാണ്, വിശ്വാസത്താലില്ല. അന്ത്യകാലത്തിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസം പോയ കാലത്തിന് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ എത്ര പേര് വിശ്വാസത്തിലുണ്ട്? ആമേൻ. ഇവിടെ ഭക്തൻ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. 124 സങ്കീർത്തനത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, ഇസ്രായേൽ പറയുന്നത്, നിങ്ങൾ ഇസ്രായേലാണോ ദൈവക്കളെ? യഹൂദനാണോ? ഇസ്രായേലിലുള്ളത് ആരാണ്? യഹൂദൻ. യഹൂദനാണ് ഇസ്രായേൽ. നീ യഹൂദനാണോ? എത്ര പേര് യഹൂദനായിട്ടുണ്ട്? യഹൂദൻ എന്നുള്ള കൈ ഉയർത്തിയാട്ടെ. യഹൂദൻ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. നമ്മളാര് കുട്ടുസാര യഹൂദനല്ലേ? കുട്ടുസാര യഹൂദനല്ലേ? നമ്മള് യഹൂദനാണ്. കരം ഉയർത്തിയാട്ടെ. നമ്മൾ ധൈര്യമായിട്ട് ഉയർത്തിയാട്ടെ. യഹൂദനെ കൈ ഉയർത്തിയാട്ടെ. നമ്മൾ യഹൂദനാണ്. നമ്മുടെ രാജാവ് ആരാണ്? യേശു ആരാണ്? യഹൂദൻ, യഹൂദന്മാരുടെ രാജാവ്. യെസ്, യേശു യഹൂദന്മാരുടെ രാജാവാണ്. യഹൂദനാണ് ഇസ്രായേലിയൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മൾ യഹൂദന്മാരാണ്. നമ്മുടെ രാജാവാണ്. ആമേൻ. കർത്താവിന്റെ മേൽ. ആമേൻ. യഹൂദന്റെ ജോലി എന്താണ്? ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ആമേൻ. യഹൂദനെ തെരഞ്ഞെടുത്തത് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. പ്രത്യേക ഒരു ജാതിയെ തെരഞ്ഞെടുത്തത്. അവൻ തെരഞ്ഞെടുത്ത് വെച്ചിരുന്ന യഹോവ ദൈവമാം വിശുദ്ധ ജാതിമാം യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമായി ജനം നാം പരദേശികൾ നാം ഭാഗ്യശാലികൾ. ഇതുപോലൊരു ജാതിയുണ്ടോ? യഹൂദ, ഇസ്രായേൽ. അവൻ ഇവിടെ ദൈവവചനത്തിലൂടെ പറയുന്നത്, ഇസ്രായേൽ പറയേണ്ടതെന്നാൽ, വചനത്തിലൂടെ ദാവീദ് ഭക്തൻ പറയാണ്, ഇസ്രായേൽ പറയേണ്ടതെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. യാസിയെ ഒന്ന് വായിച്ചാട്ടോ, അങ്ങോട്ട് വായിച്ചാലേ, വചനം ഒന്ന് വായിച്ചാട്ടോ. ഇസ്ലാമേൻ ഇന്ന് പറയേണ്ടതെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. തുടർന്ന് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ, ഈ കാലഘട്ടത്തിന് ഇസ്രായേലിന് ആമേൻ ഒത്തിരി ആമേൻ മനുഷ്യർ എതിർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദൈവക്കളെ. ഭൂതലമാകെയുള്ള ഒത്തിരി മനുഷ്യര്, ഒത്തിരി പക്ഷക്കാര്, ഹല്ലേലൂയ, ഇസ്രായേലിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി പക്ഷക്കാര്, ജാതി വർണ്ണ ഭാഷ ഗോത്ര കുലങ്ങളിൽപ്പെട്ട ഒത്തിരി പക്ഷക്കാര് ഇസ്രായേലിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, അവരങ്ങ് ഉയർന്നു പോയി. അങ്ങനെ ഉയർന്നിരിക്കേണ്ട, അവ തറയെ കിടന്നാൽ മതി, പൊടിയായിട്ട് കിടന്നാൽ മതി, ഇരിക്കാൻ വയ്യാതെ കിടന്നാൽ മതി എന്നാണ് പല പക്ഷക്കാരുടെയും വിചാരങ്ങള്. അവൻ ഉയർത്തിയ ദൈവം, ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ടാണ് അവനെ ഉയർത്തി വെച്ചിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ലോകം കരുതുന്നത് അവൻ ഉയർന്നു പോയി അവന് വലിച്ചെങ്കിലേ പൊടിയിൽ തള്ളിയിടണം. അവന് നേരെ യുദ്ധത്തിന് പോയി. ജാതികള്, വർണ്ണങ്ങൾ, ഭാഷകൾ, ഗോത്രങ്ങൾ, അവൻ യഹോവ പക്ഷക്കാരനുള്ളതുകൊണ്ട് യഹോവയെ പക്ഷക്കാരനാക്കി വെച്ചിട്ടുള്ളവനെ യുദ്ധത്തിന് പോയി. അവനടുത്ത് ഇസ്രായേലിനടുത്ത് യുദ്ധത്തിന് പോയി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇസ്ലാമിസ്റ്റുകൾ യുദ്ധത്തിന് പോയി. ഹല്ലേലൂയ, ആമേൻ. ഇസ്ലാമിസ്റ്റുകൾ, ഹല്ലേലൂയ, ആമേൻ. ലോകത്തിലുള്ള വിവിധ ജാതി വർണ്ണ ഭാഷ ഗോത്രങ്ങളിൽപ്പെട്ടവൻ അവനോട് യുദ്ധത്തിന് പോവുകയാണ്. ഹല്ലേലൂയ. ഇസ്മായേല് പ്രത്യേകിച്ച് യുദ്ധം ചെയ്യുകയാണ് ഇപ്പോൾ. എന്നാൽ യഹോവ, ആ മനുഷ്യർ ഇസ്രായേലിനോട് എതിർത്തപ്പോൾ യഹോവ അവരുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, പണ്ട് കാലം മുതലേ ആമേൻ ഇസ്രായേലിനോട് ഇസ്മായേല്യർ യുദ്ധം ചെയ്തു വരികയാണ്. ഇസ്രായേല്യരാരാണ്? ഇസ്രായേല്യരാരാണ്? ഇസ്മായേല്യരാരാണ്? ഇസ്രായേല്യരാരാണ്? ഇസ്മായേല്യരാരാണ്? ഇസ്രായേൽ ആര്? നിങ്ങളിവിടെ ഇല്ല അല്ലേ?
നിങ്ങൾ ഇസ്രായേലും അറിയണ്ട, ഇസ്മായിലേരും അറിയണ്ട, ലോകത്തെ അറിയണ്ട, തിന്നുക കുടിക്കുക ആനന്ദിക്കുക. ഇങ്ങനെയാണോ? ഹല്ലേലൂയ. ഇതൊന്നും കേൾക്കണ്ട. പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? രക്ഷപ്പെടണോ? യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ഇവിടെ പറയുന്നത് വായിച്ചാലും ദേവാസിയെ, ആമേൻ, യേശുവിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത്, ആമേൻ, യേശു ശുശ്രൂഷിക്കുന്ന സമയത്ത് ആമേൻ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി കേട്ടോ. പലയിടത്തും അനുകൂലമല്ലാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോൾ യേശുവിന് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വീര്യപ്രവൃത്തികളോ രോഗസൗഖ്യമോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നമുക്ക് അനുകൂലമാണ്. നമ്മുടെ പക്ഷത്ത് ആളുണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. നമ്മുടെ പക്ഷത്തില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. പക്ഷത്ത് വേണം. നമ്മുടെ സഭയുടെ പക്ഷം വേണം. നമ്മുടെ സഭയുടെ പക്ഷക്കാരാണ് നമ്മൾ ഒന്നാകത്ത്. യേശുവിന്റെ പക്ഷക്കാരൻ, യേശുവിന്റെ പക്ഷക്കാരന് മാത്രമേ നമ്മുടെ സഭയിൽ ആമേൻ സഭയുടെ പക്ഷക്കാരനാകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിന്റെ പക്ഷക്കാർക്ക് സഭയുടെ പക്ഷക്കാരനാകാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. യേശുവേ ഒന്ന് വായിച്ചാലും വചനങ്ങളെ. മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, മനുഷ്യർ ആമേൻ മനുഷ്യനാണ് നമ്മോട് എതിർക്കുക. വേറെ ആരും എതിർക്കാൻ വരത്തില്ല. ഈ കാലഘട്ടത്തിൽ മൃഗം വന്നാൽ മൃഗത്തെ ഒറ്റ വെട്ട്, മൃഗം എതിർക്കാൻ വന്ന ഒറ്റ ആടി അവിടെ തള്ളിയിടില്ലേ മൃഗം എതിർക്കാൻ വന്ന നമ്മുടെ അടുത്ത്. എന്നാൽ മൃഗപ്രായമാര് മനുഷ്യര് നമ്മളോട് പലപ്പോഴും യുദ്ധത്തിന് നിൽപ്പുണ്ട്. ആമേൻ. നമുക്കെതിരെ നിൽക്കുന്ന സാത്താനാണ് തള്ളി വിടുന്നത് മനുഷ്യരെ നമ്മൾക്ക് നേരെ യുദ്ധം ചെയ്യാൻ, ദൈവങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ ഒതുക്കുവാർ, ജീവനോടെ മണ്ണടിയിലാക്കുവാർ, ജീവനോടെ കളയും. സാത്താന് മനുഷ്യനെ കൂടി ചേർന്നിട്ട് മരിക്കുന്നവരെ കടത്തൂല, കടത്തി പുറപ്പിക്കൂല. ചിലര് പറയുന്ന കേട്ടല്ലേ, എടാ നിന്നെ ഞാൻ അധിക നാള് കടത്തി സമ്മതിക്കത്തില്ല. ചില അമ്മായിയമ്മമാര് മരുമക്കളടുത്ത് പറയാറുണ്ട്, എടോ ഞാൻ നിന്നെ അധിക നാൾ ഇവിടെ കടത്തി പൊറുപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ യേശുവിൻ്റെ എങ്ങനെയാണ് സാത്താനും മനുഷ്യനുമായിട്ടുള്ള കാര്യത്തിൽ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചാലും ദൈവസിയെ വായിച്ച വേഗത്തിൽ വരാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളം നമ്മെ ഒഴുക്കി കളയുമായിരുന്നു, നദി നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു, പൊങ്ങിയിരുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. യേശു പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ടാണ് ആ മീതിൽ ജയം പ്രാപിക്കാനിടയെത്തിയിരുന്നത്. യേശു നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്, കർത്താവ് നമ്മുടെ പക്ഷത്ത്, സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ടാണ് നദി നമ്മുടെ പ്രാണന് മീതെ ഒഴുകിയപ്പോൾ ആമേൻ നമ്മൾ ജയം പ്രാപിച്ചത്. പൊങ്ങിയിരിക്കുന്ന വെള്ളം വായിച്ച് വേഗത്തിൽ വിവരം കൊടുക്കാം. പൊങ്ങിയിരിക്കുന്ന വെള്ളം പൊങ്ങി ഒഴുകുന്ന വെള്ളം നമ്മുടെ പ്രാണന് മീതെ കവിയുമായിരുന്നു. യഹോവ നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ് നമ്മൾ ജയം പ്രാപിച്ചത്. നമ്മെ അവരുടെ പല്ലിന്, മനുഷ്യന്റെ പല്ലിന്, പലരെയും നമ്മളെ നോക്കിയിട്ട് പല്ലുകടിയാണ് കേട്ടോ, പല്ലുകടിക്കാണ്. അവന്റെ പല്ലിന് നമ്മളെ ഇരയാക്കി കൊടുക്കാത്തത് കർത്താവ് നമ്മുടെ പക്ഷത്തുള്ളത് കൊണ്ടാണ്. മനുഷ്യന്റെ ആമേൻ അസൂയയും പകയും ആമേൻ ഹല്ലേലൂയ ദുഷിയൊക്കെ നിറച്ചു വെച്ചിരിക്കുന്ന മനുഷ്യൻ ഇപ്പോഴും പല്ല് കടിക്കും. അങ്ങ് വലുതായി പോയി, അവന്റെ കുടുംബം അങ്ങ് വലുതായി പോയി, അവന്റെ മക്കളങ്ങ് വലുതായി പോയി, വിദ്യാഭ്യാസത്തിൽ ഭാവിയില് എല്ലാ തലത്തിലും അങ്ങ് ഉയർന്നു പോയി, പല്ല് കടിയ. ആമേൻ. ഇവിടെ കഥ പറയുന്നത് ആമേൻ അവന്റെ പല്ലിന് ഇരയായി കൊടുക്കുകയാൽ നമ്മൾ അവന്റെ പല്ലിന് ഇരയല്ല. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ അവന്റെ പല്ലിന് നമ്മൾ ഇരയല്ല. അവന് ചവച്ച് തിന്നാൻ പറ്റത്തില്ല, നമ്മൾ അവനെ ചവച്ച് തിന്നും. ഇവിടെ ഇല്ലേ വിശ്വാസികളാണോ? ഹല്ലേലൂയ. കൊടുക്കാതെയൊക്കെ വാഴ്ത്തപ്പെട്ടവൻ. വേഗത്തിൽ വായിച്ചു വരാൻ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കുകയാൽ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ പലപ്പോഴായി നമുക്ക് നേരെ പതിയിരിപ്പുകാരുണ്ടല്ലോ, കൂട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ, അയൽവാസികൾ, ആമേ ഒത്തിരി പേര് വെച്ച കെണിയിൽ വേട്ടക്കാരുടെ കെണി. നമ്മളെ സ്നേഹിതൻ നമുക്കിട്ട് കെണി വെച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കെണികളാണ്, ഒത്തിരി സ്നേഹിതന്മാര്. കാണുമ്പോൾ സ്നേഹിതൻ, കാണാത്തപ്പോഴ് ശത്രു.
കാണുമ്പോ സ്നേഹിതൻ, കാണാതെ പോ ശത്രു. ചില പ്രസംഗക്കാർ പറയും പോലെ, കാണുമ്പോ ഭക്തി, പള്ളിയിലൊരു ഭക്തി, പള്ളി വിട്ട് പോകുമ്പോ കത്തി. ഹല്ലേലൂയ. നമ്മളായിട്ട് കൊതു കുത്തുന്നത് പോലെ കുത്തി 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 വേദനിപ്പിക്കട്ടെ. നമുക്ക് അനുകൂലമല്ല, നമ്മുടെ പക്ഷക്കാരനല്ല. അതുകൊണ്ട് കർത്താവിനെ ഇന്ന് പകൽക്കാലത്തിൽ പക്ഷക്കാരനാക്കിക്കൊള്ളാം. അല്ലെങ്കിൽ നിന്റെ കാര്യമൊന്നും സാധിക്കത്തില്ല. നമ്മുടെ കാര്യം സാധിക്കണമെങ്കിൽ, നമ്മൾ ജയം പ്രാപിക്കണമെങ്കിൽ, നമ്മൾ അക്കരെ എത്തണമെങ്കിൽ, നമ്മൾ യേശുവിനെ പക്ഷക്കാരനാക്കി വെക്കണം. ഓ ഹല്ലേലൂയ. നദി നമ്മുടെ പ്രാണന് കവിയത്തില്ല. ആമേൻ. പെരുവെള്ളം നിന്റെ മേലെ കവിഞ്ഞു വരും. അത് യേശു നിന്റെ പക്ഷത്തുണ്ടോ? അത് നിന്റെ മേലെ കവിഞ്ഞൊഴുകത്തില്ല. ഭാരങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഒന്നും നിന്നെ കവിഞ്ഞൊഴുകത്തില്ല. എല്ലാം നിനക്ക് വഴിമാറിപ്പോകും. യേശു നിന്റെ പക്ഷക്കാരനുള്ള. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്താണെന്ന് അറിയത്തില്ല. ദൈവമക്കൾക്ക് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണോ? ആമേൻ. എന്താണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ ഹൃദയങ്ങൾ എവിടെയാണ്? യേശുവിൻ്റെ പക്ഷത്താണോ ദൈവമക്കളെ? യേശുവൻ പക്ഷത്തിൽ ഉള്ളതിനാൽ എന്തൊരാനന്ദം. യേശു പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദമി ഭൂമിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എല്ലാരും പാടി ആരാച്ചാട്ടെ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദമി ഭൂവിൽ വാസം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്തൊരാനന്ദമി ഭൂവിൽ വാസം. എത്ര മോദം ഈ പാർത്തലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന. എത്ര മോദം ഈ പാർത്തലത്തിൽ ജീവിക്കുന്ന. ഹല്ലേലൂയ. യേശുവിന്റെ പക്ഷത്തുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ സഭ പാപ്പനം നീണ്ടു ചർച്ച ദൈവത്തിന്റെ സഭ. ആമേൻ. യേശുവിന്റെ പക്ഷക്കാരാ, യേശുവിന്റെ പക്ഷക്കാരാ, യേശുവിന്റെ പക്ഷക്കാരാ. ആരുമില്ലേ? യെസ്, കരങ്ങളടിച്ച് ഹല്ലേലൂയ. എന്ന പകൽക്കാലത്തിൽ, അതേ അപ്പാ, ഇന്ന് പകൽക്കാലത്തിൽ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ. ആമേൻ. ദേശത്തിൽ ഇലക്ഷൻ നടക്കുകയാണല്ലോ. കർത്താവേ, അങ്ങയുടെ പക്ഷക്കാരെ അങ്ങ് തിരഞ്ഞെടുക്കണമേ കർത്താവേ. അങ്ങയുടെ പക്ഷക്കാരെ അങ്ങ് തിരഞ്ഞെടുക്കണമേ കർത്താവേ. അങ്ങയുടെ ദേശത്തിലെ ആമേൻ ഹല്ലേലൂയ അധിപന്മാരായി തീരേണ്ടതിന്, ദേശം ഭരിക്കേണ്ടതിന് അധിപതികളെ അങ്ങ് തിരഞ്ഞെടുക്കണമേ കർത്താവേ. അങ്ങ് കണ്ടവരെ അങ്ങ് കർത്താവേ, അങ്ങയുടെ പക്ഷത്തുള്ള മക്കളെ അങ്ങ് തിരഞ്ഞെടുക്കണമെന്ന് പകൽക്കാലത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പല സ്ഥാനാർത്ഥികളും ഇവിടെ കടന്നുവരുവാനായി തീർന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയിൽ തീർന്നു. ആമേൻ. കാഴ്ചകൾ അർപ്പിച്ചു, നേർച്ചകൾ അർപ്പിച്ചു, വഴിപാടുകൾ അർപ്പിച്ചു. കർത്താവേ, അവരുടെയൊക്കെയും പ്രാർത്ഥനകൾ കേട്ട് നിയോഗിക്കണമേ. ഒരു നിയോഗം ഉണ്ടാകട്ടെ അപ്പാ. യേശുവിന്റെ നാമത്തിൽ എല്ലാം സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. നൽകിയ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ.